അയ്യോ ഇതെൻ്റെ സ്വപ്നമല്ലേ ആയിരിക്കും എല്ലാ ആൾക്കാരും ഇതുപോലെ ഒരേപോലത്തെ സ്വപ്നം കാണുന്നത്. ഹായ് ഗായ്സ്, അപ്പം ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ആ വീഡിയോ ആണ് ഇത്. അന്ന് മൊത്തം പാമ്പാണ്. ഇതെൻ്റെ സ്വപ്നമല്ലേ? സത്യമാണ്. ഫ്രീക്വൻ്റ്ലി ഞാൻ കാണുന്ന ഒരു നൈറ്റ് മെയർ ഉണ്ട്. അതായത് എൻ്റെ വീട് അല്ലെങ്കിൽ ഒരു കോട്ടയാട് അവിടെയൊക്കെ നിൽക്കുമ്പോഴേക്കും കുറേ പാമ്പുകൾ, ഇതുപോലെ തന്നെ കുറേ പാമ്പുകൾ വരുന്നു. ജസ്റ്റ് ഒന്ന് ആ കോമൻറ്റ് സെക്ഷൻ ഓപ്പൺ ചെയ്തപ്പം ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ ഒരേപോലത്തെ സ്വപ്നം കാണുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശകലനമായിട്ടൊരു പഠനം നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സ്നേക്ക് എന്ന് പറയുന്നത് ആർക്കിടൈപ്പാണ്. എന്ന് പറഞ്ഞാൽ അതൊരു യൂണിവേഴ്സൽ സിമ്പലാണ്. പുരാതന കാലം തൊട്ടേ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ഇമേജാണ് പാമ്പ്. ആളുകൾ അതിനെ ഡേഞ്ചറായിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ ഒരു പാമ്പിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു തിരിച്ചറിവിലൂടെ ഇത് പുരാതന കാലം മുതൽ എവോൾവ് ചെയ്തിരുന്നു. സോ അതുകൊണ്ട് നമ്മുടെ ബ്രെയിനിൽ സ്റ്റിൽ ഒരു സ്നേക്ക് അലേർട്ട് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു അനക്കം കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അലേർട്ടായിട്ട് പാമ്പാണോ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നത്. അപ്പം പൊതുവെ പാമ്പെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ഒരു ഡേഞ്ചർ ഇല്ലെങ്കിൽ ഒരു അപായം എന്നുള്ള ഒരു ഇമേജാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സമ്മർദ്ദത്തിലാവുമോ ഇല്ലെങ്കിൽ നമ്മുടെ പ്രഷറായിരിക്കുന്ന സമയത്ത് ഇല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മളെ പീഡിപ്പിടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളുള്ള സമയത്താണ് നമ്മൾ ഇതുപോലുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രതീകമാണ്. ഒരു പ്രശസ്തനായ യൂറോപ്യൻ സൈക്കോളജിസ്റ്റാണ് കാൾ യൂങ് തൻ്റെ പ്രസ്താവനകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് മനുഷ്യർ എന്ന് പറയുന്നത് കളക്റ്റീവ് അൺകോൺഷ്യസുമായി നമ്മൾ റിലേറ്റഡ് ആണ്. അതായത് മനസ്സെന്ന് പറയുന്ന ഒരു കളക്റ്റീവ് ലൈബ്രറി പോലെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഒരു ടൗണിൽ ഒരു സിറ്റിയിൽ ഒരു കോമൺ ലൈബ്രറി ഉണ്ടെന്ന് നോക്കുക. നമുക്കായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ അവിടെ വന്ന് ബുക്സ് എടുക്കുന്നു, നമ്മൾ അതെടുക്കുന്നു. അപ്പം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻ എല്ലാം സെയിം ആയിരിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ലൈബ്രറി പോലെയാണ്. അവിടെ നമ്മുടെ ഇമേജസ് ഇല്ലെങ്കിൽ ഫിയർ എല്ലാവരുടെയും മനസ്സിലുള്ള പോലെ തന്നെ സെയിം ആയിരിക്കും. സോ നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മുടെ ഈ മനസ്സിൽ സേവ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളാണ് ബ്രെയിൻ നമ്മളെ ഡ്രീമായിട്ട് കൊണ്ട് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ സ്വപ്നങ്ങളൊന്നും യാദൃശ്ചികമല്ല. നമ്മുടെ മനസ്സുകളെല്ലാം ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഭയങ്ങൾ നമ്മളോടൊപ്പം ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഇതുപോലെ സ്നേക്ക് ഡ്രീംസ് ഉണ്ടെങ്കിൽ ടെൽ മീ ഇൻ ദ കോമെന്റ്സ്. ലെറ്റ്സ് സീ ഹൗ മെനി ഓഫ് us there really are.